ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ എയർ ഡ്രോപ്പ് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈ ടോൺ വാൾട്ടിലോ അല്ലെങ്കിൽ ടോൺ കീപ്പർ വാൾട്ടിലോ അല്ലെങ്കിൽ ടെലിഗ്രാം വാൾട്ടിലോ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് ടോൺ കോയിൻസ് ആവശ്യമാണ്. ഈ ഒരു ടോൺ കോയിൻസ് ആണ് നമ്മൾ ഗ്യാസ് ഫീസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓൾറെഡി എന്റെ റീസെന്റ് ആയിട്ടുള്ള 2 വീഡിയോസിലും ഈ ഒരു കാര്യം തന്നെയാണ് ഞാൻ മെൻഷൻ ചെയ്തത്. അപ്പൊ നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ടോൺ കോയിൻസ് നമുക്ക് വാങ്ങാനായിട്ട്. ഒരു ടോൺ കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ അപ്രോക്സിമേറ്റ്ലി 602 രൂപയാണ് വരുന്നത്, ഒരു ടോൺ കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ടോൺ കോയിൻ ആണ് നമുക്ക് എങ്ങനെ പേയ്മെന്റ് ഒന്നും ചെയ്യാണ്ട് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്റെ റീസെന്റ് വീഡിയോസിൽ കുറെ പേര് കമന്റ് സെക്ഷനിൽ ചോദിച്ചു, ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ കോയിൻ ബൈനാൻസിലെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. സോ ഇതിന്റെ പുറകിലുള്ള ലോജിക്ക് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഏതൊക്കെ കോയിൻസ് ആയിരിക്കും ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്, അല്ല എന്തുകൊണ്ടായിരിക്കും ഓരോ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുന്നുള്ളത്. ബൈനാൻസ് നിങ്ങൾക്ക് 90% ആളുകൾക്ക് അറിയാം വേൾഡ് ബെസ്റ്റ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്, വേൾഡ് ബെസ്റ്റ്. സോ അപ്പൊ അവര് നോക്കുന്ന എന്താണ്, ഇപ്പൊ ഞാനൊരു കോയിൻ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ക്രിപ്റ്റോ കോയിൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് പറയേണ്ടത് ബൈനാൻസിലേക്ക് ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം അവർ ലിസ്റ്റ് ചെയ്തില്ല. കാരണം എന്താ, ആ കോയിൻ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലെ എന്റെ സറൗണ്ടിലുള്ള 10 പേർക്കോ 100 പേർക്കോ 1000 പേരോ അറിയത്തുള്ളൂ. അപ്പൊ ആ ഒരു കോയിനിലേക്ക് അധികം ഫോക്കസ് വരത്തില്ല. പക്ഷെ ഈ ഒരു കേസിൽ അവർക്ക് ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. അതാണ് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, പ്രൊജക്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. 240 മില്യൺ ആളുകളാണ് ഈ ഒരു പ്രൊജക്ടിന്റെ കമ്മ്യൂണിറ്റി ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോയിൻ ബൈനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് അബവ് 99% ആണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യൂ യൂസേഴ്സിനെ കിട്ടുകയാണ്, ഓരോ എക്സ്ചേഞ്ചിനും അവർക്ക് ന്യൂ യൂസേഴ്സിനെ കിട്ടുകയാണ്. സോ ഓൾമോസ്റ്റ് എല്ലാ എക്സ്ചേഞ്ചുകളിലും ഇത് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റി അല്ലെങ്കിൽ ബൈനാൻസ് അല്ലെങ്കിൽ കൂക്കോയിൻ അല്ലെങ്കിൽ ബൈബിറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്ചേഞ്ചസ് വരുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണെന്ന് വേണം പറയാനായിട്ട്. ബട്ട് ലിക്വിഡിറ്റി ഏതിലായിരിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്തുള്ള നോക്കേണ്ട കാര്യം. സോ നെക്സ്റ്റ് നിങ്ങൾ കുറെ പേര് ചോദിച്ചു, ടോൺ കീപ്പർ വാൾട്ട് വേണോ, മൈ ടോൺ വാൾട്ട് വേണോ, അല്ലെങ്കിൽ ടെലിഗ്രാം വാൾട്ട് വേണോ എന്നുള്ള കാര്യം. ഇതിൽ ഏതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാളറ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. എയർ ഡ്രോപ്പ് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെലിഗ്രാം വാൾട്ട് കയറുന്നു, ടെലിഗ്രാമിന്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള വാൾട്ട് കയറി നോക്കുന്ന സമയത്ത് പല സമയത്ത് ലോഡ് ആവാറില്ല, ചെറിയ ഹാങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ജസ്റ്റ് കുറെ വെയിറ്റ് ചെയ്തിരിക്കും, ക്ലോസ് ചെയ്തിട്ടൊക്കെ എടുത്തെങ്കിൽ മാത്രമാണ് ടെലിഗ്രാം വാൾട്ട് വരാറുള്ളൂ. സോ അതേ ടോൺ ബ്ലോക്ക് ചെയിനിലുള്ള ഒരു ഇതാണ് ടോൺ കീപ്പർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൈ ടോൺ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ടോൺ കീപ്പർ വാളറ്റ് അല്ലെങ്കിൽ മൈ ടോൺ വാളറ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. ഇതിൽ ഒന്നിൽ നിങ്ങൾ നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ വാൾട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾ വാൾട്ട് അഡ്രസ് ഒന്ന് വെരിഫൈ ചെയ്ത് വെക്കുക. സോ അതാണ് ഇതിന്റെ സെക്കൻഡ് ആയിട്ടുള്ള കാര്യം. ദെൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ പറയാൻ പോകുന്നൊരു കാര്യം ഒരു ടെലിഗ്രാം ബോട്ടാണ്. പ്രോട്ടോൺ എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ബോട്ടാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ടോൺ കോയിൻസ്, പ്രോട്ടോൺ കോയിൻസ് ആണ്, ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് പ്രോട്ടോൺ കോയിൻസ് ആണ് ടോൺ കോയിൻസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് 12 ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ടോൺ കീപ്പർ വാൾട്ട് അല്ലെങ്കിൽ മൈ ടോൺ വാൾട്ടിലേക്ക് ഇത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ അത് 100% അഷ്വേർഡ് ആണ്. ഞാനും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ബട്ട് ചെറിയ കാര്യങ്ങളൊക്കെ നോക്കിയപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇത് ലെജിറ്റ് ആണ്. സോ ഗൈസ്, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ബാക്കിത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിന്റെ ഈ ഒരു ബോട്ടിന്റെ ലിങ്കും കാര്യങ്ങളും എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവരെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ടെലിഗ്രാം ബോട്ട്, നിങ്ങൾ ഈ ഒരു ബോട്ട് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ, സ്റ്റാർട്ട് കൊടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് നിങ്ങളോട് ചൂസ് എ ലാംഗ്വേജ്, ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പെസിഫൈ ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഓൺ ദ ടോപ്പ് ഫേസ് ഓഫ് ദ ക്യൂ. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് വെൽക്കം എന്ന് വരും. നമ്മളോട് പറയുന്നത് 50 പ്രീടോൺ ഡോളേഴ്സ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് അവർ ചാനൽ. ഞാൻ ഓൾറെഡി അത് സബ്സ്ക്രൈബ് ചെയ്തു. എന്നിട്ട് ചെക്ക് ഫോർ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴത്തേന് അത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ജോയിൻ ചെയ്ത ശേഷം ബാക്ക് അടിക്കുക, ചെക്ക് ഫോർ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. അത് മീറ്റ് ചെയ്യുമ്പോഴത്തേ ആ ഒരു കണ്ടി നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു നിങ്ങളുടെ ഇവിടെ യുവർ ബാലൻസ് ഈസ് 50 പ്രീടോൺ. അതിന്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കുക എന്താണ്, യുവർ ബാലൻസ് ഈസ് ഇൻ ടോണിൽ എത്രയാണെന്നുള്ള 0.0030 ടോൺ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഇതിൽ ക്രെഡിറ്റ് ആയി. ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം എപ്പോഴാണ് നമുക്ക് ഈ ടോൺ കോയിൻസ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഞാനപ്പോൾ എന്ത് ചെയ്യും, ഏൺ ടോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഏൺ ടോണെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കും വിഡ്രോ ആയിട്ട് 0.25 ടോൺ ആകുമ്പോൾ എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 0.5 വിഡ്രോ ചെയ്യാം, 1 ആകുമ്പോൾ വിഡ്രോ ചെയ്യാം, 2.5 ടോൺ ആകുമ്പോൾ വിഡ്രോ ചെയ്യാം. ഇത് നിങ്ങൾ എപ്പോൾ വിഡ്രോ ചെയ്താൽ 12 ഹവേഴ്സ് ആണ് ഇവർ പറയുന്ന ഒരു ടൈം എന്ന് പറയുന്നത്.
സോ നമുക്ക് ഞാൻ ജസ്റ്റ് മെയിൻ മെനുവിലേക്ക് ഒന്ന് പോയി. മെയിൻ മെനുവിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഇനി പ്രീ ടോൺ കോയിൻസ് നമുക്ക് ബൈ ചെയ്യാന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഏൺ പ്രീ ടോണെ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. റെക്കമെൻഡഡ് 200 പ്രീ ടോൺ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അതേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടു ഗെറ്റ് 200 പ്രീ ടോൺ യു ഓൺലി നീഡ് ടു ഫുൾഫിൽ 2 സിമ്പിൾ കണ്ടീഷൻ. ഒന്ന്, നമ്മുടെ ടെലിഗ്രാം പേജിന്റെ കൂടെ നമുക്കൊരു പ്രൊഫൈലിന്റെ പേരുണ്ടായിരിക്കും. ആ പേരിന്റെ കൂടെ പ്രിഫിക്സ് ആയിട്ട് അവരുടെ ഈ പ്രീ ടോൺ എന്ന് പറയുന്ന ആ പേരൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക ഒന്നത്. 2, നമ്മുടെ ബയോയില്, വാട്സാപ്പിലൊക്കെ ബയോ ഇടുന്ന പോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ബയോയില് ഇവരുടെ റെഫറൽ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുക. അത്രയും ചെയ്ത ശേഷം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് എത്ര വരും? 200 പ്രീ ടോൺ കയറുന്നതായിരിക്കും. എനിക്കിപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് അവരുടെ ട്വിറ്റർ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അതും ചെയ്തു. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുള്ളൂ ഷെയർ ദ പോസ്റ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 70 പ്രീ ടോൺ കിട്ടും. സോ അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻവൈറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടെലിഗ്രാമിലുള്ള ഏതെങ്കിലും 3 ഫ്രണ്ട്സിന് ആ ഒരു സാധനം ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ സെൻഡ് ചെയ്ത ലിങ്കിൽ ആ ഒരു പോസ്റ്റിൽ എന്ത് ചെയ്യുക? ചുമ്മാ ഒന്ന് റിയാക്ട് ചെയ്യുക. എന്തെങ്കിലും റിയാക്ഷൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അതിനുശേഷം ചെക്ക് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടും. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ലിങ്ക് എഴുതും. ആ ഒരു സാധനം നമ്മളത് റീട്വീറ്റ് ചെയ്തിട്ട് അതൊന്ന് ലൈക്കോട് ചെയ്ത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. അന്നേരം നമുക്കൊരു 50 പ്രീ ടോൺ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ടു അവർ മെം ചാനൽ. അന്നേരം നമുക്കൊരു 30 പ്രീ ടോണോടെ കിട്ടുന്നുണ്ടായിരിക്കും. സോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെർട്ടൺ നമ്പർ ഓഫ് പ്രീ ടോൺ കോയിൻസ് നമുക്ക് കിട്ടും. സോ ഗൈസ്, ഇതിന് ശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അതിനോടൊന്ന് ഗോ ത്രൂ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇതിനകത്ത് വാളറ്റ് നമുക്ക് കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് റിവാർഡ് നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം വാളറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഞാൻ വാളറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ടു ഗെറ്റ് യുവർ പ്രീ ടോൺ ലിങ്ക് എ നോൺ കസ്റ്റഡിയൽ വാളറ്റ് ഓഫ് ദ ടോൺ നെറ്റ്വർക്ക്. സോ അപ്പൊ നമുക്ക് മൈ ടോൺ, നമ്മുടെ 2 വാളറ്റാണ് ഉള്ളത്. ഒന്നേ നമ്മുടെ ടോൺ കീപ്പർ ഉണ്ട്, അല്ലെങ്കിൽ മൈ ടോൺ വാളറ്റ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണെന്നുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഇപ്പം ടോൺ കീപ്പർ വെച്ചൊന്ന് കാണിച്ചു തരാം. നേരെ ടോൺ കീപ്പർ വാളറ്റ് ഒന്ന് എടുക്കുക. നമ്മുടെ അതിനകത്ത് റിസീവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതേ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസ് ദിസ് നെറ്റ്വർക്ക് ടു കളക്ട് ഓൺലി ടോൺ കോയിൻസ്. ടോൺ കോയിൻസ് മാത്രമാണ് ഈ ഒരു നെറ്റ്വർക്കിലേക്ക് വരത്തുള്ളൂ. കാരണം നമ്മുടെ ഇത് പ്രീ ടോൺ എന്ന് പറയുന്നത് ടോൺ ആയതുകൊണ്ട് തന്നെ ആ റിസീവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിങ്ക് ഉണ്ട്. അതൊന്ന് എടുത്ത് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. അന്നേരം നമുക്ക് നമ്മുടെ വാളറ്റ് നമുക്ക് ലിങ്ക് ആയിട്ടുണ്ടാവും. സോ ഇത്രയുമാണ് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. സോ അപ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് നമുക്ക് റെഫറൽ തന്നെയാണ്. നമുക്ക് റെഫർ ചെയ്യുമ്പോൾ സർട്ടൺ നമ്പർ ഓഫ് പ്രീ ടോൺ കോയിൻസും ടോൺ കോയിൻസും നമുക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ടായിരിക്കും. അതിപ്പോൾ ഹാംസ്റ്റർ കോബാക്ക് ആണെന്നുണ്ടെങ്കിൽ പിക്സൽ ടാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏതാണെന്നുണ്ടെങ്കിലും റെഫറൽ ബോൺസ് ഉള്ളതാണ്. സോ അതിൽ വൺ ഓഫ് ദ മെത്തേഡ് ആണ് അത് വരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത, കാരണം ഞാൻ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് മാക്സിമം നേരത്തെ കളക്ട് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഡെയിലി റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഡെയിലി കയറുന്ന ഡെയിലി റിവാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഡെയിലി ആദ്യത്തെ ദിവസം 15 പ്രീ ടോൺ കിട്ടും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, അങ്ങനെ സൺഡേ വരെയുള്ള ഒരു ഇത് ലിസ്റ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഗെറ്റ് റിവാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സർട്ടൻ നമ്പർ ഓഫ് ഇതാകുമ്പോഴത്തേക്കും നമുക്കത് വിഡ്രോ ചെയ്യാം. സോ വേറെ പ്രത്യേകിച്ച് നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് സമയം മാത്രം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ടോണയിലും വേറെ മിനിമം നിങ്ങൾക്ക് ഇതിനകത്ത് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ 0.25 വരെ കളക്ട് ചെയ്യാം. വെറുതെ കിട്ടുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് വിത്തിൻ 12 ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രീ ടോൺ ആയിട്ട് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന വാളറ്റ് അഡ്രസ്സിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്താൽ മതി. നമുക്ക് അത് ചെയ്യാവുന്നതാണ്. ഒരു വാക്ക് ത്രൂ പോലെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ചത്. അപ്പൊ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ ഗൈസ്, ഇപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേരെ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ജസ്റ്റ് ഒന്ന് ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ മതി. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.